Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what are the differences between cash flow statement and fund flow statement. What are the differences between cash flow statement and fund flow statement? Let's start. What are the differences between cash flow and fund flow statement? Cash flow statement and fund flow statement. First, the meaning difference. Meaning difference, cash flow statement is an analytical statement prepared by the management accountant depicting the reasons for changes in cash position from one period to another. What do you mean by cash flow statement? Cash flow statement is an analytical statement. It is an analytical statement prepared by the management accountant. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഡിപ്പിക്റ്റിംഗ് ദ റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ. The reasons for changes in cash position from one period to another. ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക് എന്തുമാത്രം ക്യാഷ് പൊസിഷനിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ബട്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് the sources from which additional funds were derived and the uses to which these funds were put. അപ്പം ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഫണ്ട്സ് നമ്മൾ കണ്ടെത്തുന്നത്, അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്, including the various means by which the funds were obtained during a particular period and also the ways in which these funds were employed. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ബിസിനസ്സിലേക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത്, അതുപോലെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഇത് കാണിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പം മീനിങ് ഡിഫറൻസ് കഴിഞ്ഞല്ലോ. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ്, cash flow statement, it shows the causes for the changes in cash balance, but in fund flow statement it shows the causes of changes in net working capital. അപ്പോൾ ക്യാഷ് പൊസിഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്, ക്യാഷ് ബാലൻസിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ചസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഡീൽസ് ഓൺലി വിത്ത് ക്യാഷ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്, ക്യാഷിൻ്റെ കാര്യം മാത്രമാണ് എവിടെ ഡീൽ ചെയ്യുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഡീൽ ചെയ്യുന്നത്. ബട്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഡീൽസ് വിത്ത് ഓൾ ദ കമ്പണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ക്യാഷ്. അപ്പം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് മാത്രമല്ല, വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പണൻസിനെയും നമ്മൾ എവിടെ ഡീൽ ചെയ്യും, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഒക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യും, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ്, ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടൈം ഫിനാൻസിങ്. ഷോർട്ട് ടൈം ഫിനാൻസിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ഷോർട്ട് ടൈം ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ബട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ലോങ് ടൈം ഫിനാൻസിങ്. ഒന്ന് ഷോർട്ട് ടൈം ആണ്, അടുത്തതെന്ന് പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈം ഫിനാൻസിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, the next difference is in cash flow statement it measures the liquidity of the company. ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ട് അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ബട്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് മെഷേഴ്സ് സോൾവൻസി. അപ്പോൾ സോൾവൻസി പൊസിഷൻ അല്ലെങ്കിൽ സോൾവൻസിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മെഷേഴ്സ് liquidity, but fund flow statement measures solvency. Okay, then next difference is in cash flow statement it depicts only the changes in cash position.
ക്യാഷ് പൊസിഷനിലുള്ള ചേഞ്ചസ് മാത്രമാണ് എവിടെ കാണിക്കുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക. ഇറ്റ് ഡിപ്പിക്സ് ഓൺലി ദ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ. ബട്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അപ്പോൾ രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റുകൾക്കിടയിൽ വർക്കിംഗ് ക്യാപിറ്റലിന് എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായി, അതുമായിട്ട് അല്ലെങ്കിൽ ആ വർക്കിംഗ് ക്യാപിറ്റലിന് ചേഞ്ചസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഐറ്റംസ് ആണ്, അപ്പോൾ അതിനെല്ലാം തന്നെ എവിടെ കൺസേൺ ചെയ്യും, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് എ സൗണ്ട് ക്യാഷ് പൊസിഷൻ ഇൻഡിക്കേറ്റ് ഗുഡ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. അപ്പോൾ എന്താണ്, എ സൗണ്ട് ക്യാഷ് പൊസിഷൻ ഇൻഡിക്കേറ്റ്സ് ഗുഡ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഇൻ fund flow statement, but in cash flow statement a sound working capital position may not necessarily mean sound cash position. Okay, അപ്പോൾ ഒന്നും കൂടെ നോക്കാം. A sound cash position indicate good working capital position. ഒരു നല്ല ക്യാഷ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനും എന്തായിരിക്കും, ഗുഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണ്, നല്ലൊരു സൗണ്ട് ക്യാഷ് പൊസിഷൻ ഉള്ള ഒരു ബിസിനസ് യൂണിറ്റ് ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്തിനെയായിരിക്കും, ഒരു ഗുഡ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെ ആയിരിക്കും കാണിക്കുക. എന്നാൽ എ സൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ മേ നോട്ട് നെസസറി മീൻ സൗണ്ട് ക്യാഷ് പൊസിഷൻ. എന്നാൽ നല്ല വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് പൊസിഷൻ സൗണ്ട് ആവണമെന്നില്ല, ക്യാഷ് പൊസിഷൻ സൗണ്ട് ആവണമെന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ക്യാഷ് പൊസിഷൻ ഗുഡ്സ് അല്ലെങ്കിൽ സൗണ്ട് ക്യാഷ് പൊസിഷൻ ഇൻഡിക്കേറ്റ് ഗുഡ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ, ബട്ട് എ സൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ മേ നോട്ട് നെസസറി മീൻസ് സൗണ്ട് ക്യാഷ് പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിഫറൻസ് ഈസ് it is prepared according to accounting standard 3, the preparation of cash flow statement. The preparation of cash flow statement is according to accounting standard 3. accounting standard 3ൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. There is no such prescriptions for the preparation of fund flow statement. There is no such prescriptions for preparing fund flow statement. Okay. Dear students, watch and listen the lectures carefully and try to write the assignment question. Write the differences between cash flow and fund flow statement. Write the differences between cash flow statement and fund flow statement.